അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഒരല്പം ക്രിട്ടിക്കലാണ് ഡോക്ടർ പറഞ്ഞു. എന്നാലും അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് കാണുന്നവർ വിചാരിക്കും ഇത് റബ്ബർ കുരുവാണെന്ന്. പക്ഷെ ഇത് റബ്ബർ കുരുവല്ല, ഇതാണ് മക്കളെ ജാതിക്കുരു. ജാതിക്കുരു ഇതിൽ നിന്നും വേർപെടുത്തിയ പൂവ് അല്ലേ? ജാതിപ്പൂവല്ലേ മറ്റേനെ പറയണത്. അത് നമ്മൾ പുതിയ ഡ്രയറൊക്കെ മേടിച്ചിട്ട് ഡ്രയറിൽ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 51 ഡിഗ്രിയിൽ നമ്മളൊരു 5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പൂവ് ഉണങ്ങുമായിരിക്കും. കേരളത്തിൽ കാലവർഷ മഴ തകർത്ത് പെയ്യണം എന്നാണ്. ജനങ്ങൾ മഴയത്ത് കൈ കഴുകുന്ന മഴ നോക്കി വണ്ടികൾ വരുന്നുണ്ട്. നല്ല മഴ. അതേപോലെ നമ്മുടെ വൃദ്ധവിശ്രമ കേന്ദ്രത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു കാറ് വന്നിട്ടുണ്ട്, ഏതാണെന്ന് മനസ്സിലാവില്ല. അത് നമ്മുടെ ശാരീര സുന്ദരമായ കോട്ടയമാണ്. നമ്മുടെ ഡയറിൻ്റെ അടുത്ത് കാത്തിരിക്കുന്ന മിസ്റ്റർ കട്ടിമാണ്. അതുപോലെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടിമാണ്. മഴ തകർക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. കോട്ടയപ്പുറം മുഴുവനായിട്ടും നിരീക്ഷണ ക്യാമറകളിലാണ്. ഈ ഇരിക്കുന്നതെല്ലാം ക്യാമറ എന്നതാണ്. കോട്ടയത്തെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ വഴി ചോദിച്ചിരുന്നു. ഒരു കാറാണ്. ജമാൽ കണ്ടാട്ടം കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ലെക്ചറായിട്ടുള്ളത്. മിക്കവാറും വഴി കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇരിക്കണ്ടാവും മിക്കവാറും. കണ്ടാട്ട വഴി കറക്റ്റല്ലേ പറഞ്ഞു കൊടുത്ത്. ഇതാണ് നമ്മുടെ കോട്ടയക്കുളം. ഇത് അടുത്ത വാട്ടർഫോൾ. ഭയങ്കര തിരക്കാണ് കോട്ടയക്കുളത്ത്, ഒരു രക്ഷയില്ല. ഫുൾ ബിസിയാണ്.